കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലിന്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനായി അദ്ദേഹം അനവധി നിർദ്ദേശങ്ങൾ, കാർപൂളിംഗ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അതിന് മാതൃകയായിക്കൊണ്ട് പ്രധാനമന്ത്രിയും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും രംഗത്തെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി തന്റെ SPG വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വാഹന വ്യൂഹത്തിന്റെ എണ്ണം 50% വെട്ടി ചുരുക്കണമെന്ന്. അതുപോലെ തന്നെ ഈ വാഹനം കൂടുതൽ ആവശ്യമുണ്ട്, ഇലക്ട്രിക്കൽ വാഹനം കൂടുതൽ ഉൾപ്പെടുത്താം. പക്ഷേ ഇലക്ട്രിക്കൽ വാഹനം പുതിയതായി വാങ്ങേണ്ട ആവശ്യമില്ല, വേറെ എവിടുന്നെങ്കിലും, അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും തന്റെ വാഹന വ്യൂഹം വെട്ടി ചുരുക്കിയിരിക്കുന്നു. 13 വാഹനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ കോൺവോയിൽ ഉണ്ടായിരുന്നത്, ഇപ്പോൾ 6 മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രിമാരോടും അദ്ദേഹം അത് ആവശ്യപ്പെട്ടിരുന്നു. BJP വാഹന റാലികളും മറ്റു റാലികളും എല്ലാം തന്നെ ഇപ്പോൾ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. കാരണം പെട്രോളിന്റെ ഡീസലിന്റെ ഉപയോഗം കൂടുന്ന ഒന്നും തന്നെ ചെയ്യേണ്ടതാണ്. അതായത് മന്ത്രിമാരും പ്രധാനമന്ത്രിയും തന്നെ മാതൃക കാണിക്കുമ്പോൾ സാധാരണ ജനത്തിന് അത് ഒരു ഉദാഹരണമായി തന്നെ മാറുകയാണ്. സാധാരണഗതി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ മാത്രം പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ ഉപയോഗം കുറച്ചാൽ മതിയോ? മന്ത്രിമാരൊക്കെ വലിയ കോൺവോയ് അടിസ്ഥാനത്തിലാണല്ലോ യാത്ര ചെയ്യുന്നത്, അവരപ്പോൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഏറ്റവും നല്ല ഉത്തരം ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിന്റെ കോൺവോയിൽ ഇനി മുതൽ 50%, അതായത് നേരത്തെ ഉണ്ടായിരുന്ന വാഹനത്തിലെ 50% മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.